കാര്യം അടിസ്ഥാനപരമായ വിശ്വാസം, പ്രാണപ്രതിഷ്ഠ, പ്രതിഷ്ഠാസങ്കല്പത്തോടൊന്നും ബന്ധപ്പെട്ടൊരു കാര്യമല്ല. പല അമ്പലങ്ങളിലും അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ ആൾക്കാർ കയറുന്നതിന് ഒരു പ്രശ്നമല്ല താനും. ഒരുപാട് സ്ഥലങ്ങളിൽ അത് സ്വീകരിക്കുകയും സ്വാതന്ത്ര്യം. ഇപ്പം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യപ്പസ്വാമിയെ പാടി ഉറക്കുന്നതും ഗുരുവായൂരപ്പനെ പാടി ഉണർത്തുന്നതും യേശുദാസാണ്. യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ അതുല്യനായൊരു കലാകാരനാണ്. ദേവരാജ മാസ്റ്റർ യഥാർത്ഥത്തിൽ അങ്ങനെ ഈശ്വരവിശ്വാസി ഒന്നും ആയിരുന്നില്ല. ദേവരാജ മാസ്റ്ററാണ് ഹരിവരാസനത്തിന് ഈ കാണുന്ന രീതിയിൽ ഈണം കൊടുക്കുന്നത്. പണ്ടേ കുളത്തൂർ അയ്യരും പണ്ട് കോന്നകത്ത് ജാനകിയമ്മയൊക്കെയാണ് അതിനെ ആദ്യം ക്രോഡീകരിച്ചത്. പക്ഷേ ഈ രീതിയിൽ കൊടുക്കുന്നത് യേശുദാസാണ്. നമ്മുടെ കലാമണ്ഡലത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരിലൊന്ന് കലാമണ്ഡലം ഹൈദരലി ആയിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിക്കുകയും മറ്റും ചെയ്യുന്നത് ഒരു വലിയ സെലിബ്രേഷനാണ്. അപ്പം ആ രീതിയിൽ ഈ ബഹുസ്വരതയുടെ ഇടം, നമ്മുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാതെ ബഹുസ്വരതയുടെ ഇടം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വർഷം വാവരുപള്ളിയിലെ, അതായത് എരുമേലി വാവരുപള്ളിയിലെ ഗസ്റ്റ് ഞാനായിരുന്നു. അവരുടെ ഒരു ചന്ദനക്കുളം മഹോത്സവമുണ്ട്. നമ്മളവിടെ വെച്ചെന്ന് വളരെ ആദരവോടുകൂടിയാണ് അവിടുത്തെ മൗലവിമാർ നമ്മുടെ തലയിൽ മറ്റേ ഭസ്മം തൊട്ട് തരും. നമ്മളവിടെ തൊഴുതിട്ട് വണങ്ങിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ ചരിത്രത്തിൽ സഹായിച്ചത് വാവരാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പേട്ട തുള്ളുകയൊക്കെ ചെയ്യും. പേട്ട തുള്ളുന്നു, വാവരോടൊപ്പം പോകുന്നു. ഈ ബഹുസ്വരതയാണ് ഇന്ത്യക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി. ഈ ശക്തിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിനെ അയ്യപ്പൻ വാവർ വെളുത്താന്ന് വിളിക്കാം, മഹാത്മാഗാന്ധി, മൗലാന അബുൽ കലാം ആസാദ്, ചാൾസ് ശ്രീ ആൻഡ്രൂസ് എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഈ പേരിലെ ആൾക്കാർ പ്രശ്നമുള്ളൂ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും മതസൗഹാർദ്ദം എന്നല്ല അതിനെ വിളിക്കേണ്ടത്, മതേതരത്വം എന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ വിളിച്ചാൽ മതി. കോൺഗ്രസിൻ്റെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും മതസൗഹാർദ്ദം എന്ന്, BJPയുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ബഹുസ്വരതയും ആർഷഭാരത സംസ്കാരവും എന്ന്. എന്ത് പേര് വിളിച്ചാൽ എന്താ, അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, പരസ്പരം വിദ്വേഷം പാടില്ല, പരസ്പരം സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകണം.